Hi friends, it's me Priya Hari Prasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റ് ഡിപ്രഷൻ 1930s ഗ്രേറ്റ് ഡിപ്രഷൻ, അതിൻ്റെ കോസസ്, ഇമ്പാക്ട്, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് റിഗാർഡിങ് ഡിപ്രഷൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും UPSC ആസ്പിരൻസിനും എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ട്രൈ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ഗ്രേറ്റ് ഡിപ്രഷൻ. ആദ്യമേ തന്നെ എന്താണ് ഡിപ്രഷൻ അല്ലേ? സാമ്പത്തിക മാന്ദ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, സാമ്പത്തിക മാന്ദ്യം. അപ്പം ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, അതേപോലെ തന്നെ ഇൻകം ജനറേഷൻ ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല അല്ലേ, അങ്ങനെ ടോട്ടലി സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും എക്കോണമിയിൽ. ഒരു എന്താ പറയുക, നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. പ്രൊഡക്ഷൻ ഇല്ല, ഡിമാൻഡ് ഇല്ല, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഫുള്ളി അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി അല്ലേ, ട്രേഡ് ഇല്ല, അങ്ങനെ എല്ലാം ടോട്ടലി ഒരു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1930കളിൽ, അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 1929 നമ്മൾ ലോകമെമ്പാടും ഉള്ള രാജ്യങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം, അതിൻ്റെ ചരിത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് സിവിയർ ഗ്ലോബൽ ഇക്കണോമിക് ഡൗൺ ടേൺ ആണ് അല്ലേ. ഡൗൺ ടേൺ ആണ് കാരണം നമുക്ക് നമ്മുടെ പൊസിഷൻസ് 4 അതായത് ബൂം, റെസഷൻ, ഡിപ്രഷൻ, റിക്കവറി അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും താഴെ കിടക്കുന്നത് ഡിപ്രഷനാണ് അല്ലേ. എന്ന് വെച്ചാൽ ആ സമയത്ത് എംപ്ലോയ്മെൻ്റ് ഇല്ല, ഔട്ട്പുട്ട് ഇല്ല, പോവേർട്ടി ആണ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഇല്ല, ഇൻകം ജനറേഷൻ ഇല്ല, പ്രൈസ്, സാധനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല, പ്രൈസ് ഇല്ല അല്ലേ. സാധനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഇല്ല, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല, എല്ലാം കണക്റ്റഡ് ആണ് അല്ലേ. പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഇൻകം ജനറേഷൻ ഇല്ല, ട്രേഡ് ഇല്ല, അങ്ങനെ ടോട്ടലി സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇക്കോണമി ചെന്നെത്തി നിൽക്കുകയാണ്. ഏതൊരു വർഷം? 1929 അല്ലേ. അപ്പോൾ 1930കളിൽ എന്നാണ് നമ്മൾ പറയുക ശരിക്കും. അപ്പം ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്താ പറയുക, എക്കണോമിക്സിൽ നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന ടേം ചെയ്യുന്നത് അല്ലേ. So the Great Depression or severe global economic downturn began in 1929 with the stock market crash and lasted until 1939. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായി ആ സമയം 1929 അല്ലേ. ഒരു തേഴ്സ്ഡേ ഉണ്ടായിരുന്നു, നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പം ആ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷും അതേപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വേൾഡ് വാറും മെയിൻ ആയിട്ടുള്ള റീസൺ ആണ്. ഫസ്റ്റ് വേൾഡ് വാറും അതും അതിനെ തുടർന്ന് ഈ റിസോഴ്സസ് എക്സസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഓരോ രാജ്യങ്ങൾ. അപ്പം അതെല്ലാം അതിൻ്റെ എല്ലാം കാരണം കൊണ്ട് 1930s അല്ലെങ്കിൽ 1929 ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിൽ ആഴ്ന്നു അല്ലേ. ശരിയല്ലേ? അത് 1939 വരെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് റിക്കവർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് വന്നത്. ഓക്കെ, അപ്പം ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, ഡ്രാസ്റ്റിക് റിഡക്ഷൻസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. അപ്പം ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ പോവേർട്ടി, ഡ്രാസ്റ്റിക് റിഡക്ഷൻസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്, ഇത്രയാണ് അല്ലേ നമുക്ക് മെയിൻലി പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു സാധനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഇല്ല, പ്രൈസ് ഇല്ല. ഡിമാൻഡ് ഇല്ലെങ്കിൽ അത് പ്രൈസ് അല്ലേ, വില ഭയങ്കര കുറവ്, ഡിഫ്ലേഷനാണ്, മണി സർക്കുലേഷൻ എക്കോണമിയിൽ കുറവാണ്. ഡിഫ്ലേഷൻ പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, മണി സർക്കുലേഷൻ കുറവാണ്, സാധനങ്ങൾക്ക് വിലയില്ല, ഡിമാൻഡ് ഇല്ല, അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം, അതുപോലെ തന്നെ പോവേർട്ടി, പ്രൊഡക്ഷൻ ഇല്ല, ഇൻകം ജനറേഷൻ ഇല്ല, അങ്ങനെ ടോട്ടലി സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള നിശ്ചലാവസ്ഥയിലാവുക, അതാണ്. ഓക്കെ, അപ്പം 1929 വാൾ സ്ട്രീറ്റ് ക്രാഷ്, അതായത് ദ ഗ്രേറ്റ് ക്രാഷ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ക്രാഷാണ് റീസൺ. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോ രാജ്യങ്ങളിൽ, അത് കഴിഞ്ഞ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്പെക്കുലേഷൻ ഉണ്ടായി. എല്ലാവരും കൂടുതൽ മണി ബോറോ ചെയ്തിട്ട് വരെയും സ്റ്റോക്കൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഈ സ്റ്റോക്കിൻ്റെ മൂല്യം ഇടിഞ്ഞു അല്ല. ഒരു ദിവസം 13% വരെ മൂല്യം ഇടിയുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ എല്ലാവരും അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് സ്റ്റോക്കുകൾ വിറ്റഴിക്കപ്പെടുക.
അങ്ങനെ വിറ്റഴിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് അല്ലേ, ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ് രാജ്യത്തെ അതുപോലെ തന്നെ ബാങ്കിങ്, ലോകമെമ്പാടുമുള്ള ബാങ്കിങ് എന്താ പറയുക, ഒരു ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെല്ലാം തകർന്നു അല്ലേ. അപ്പോൾ ഇതിലൂടെ ആ ഒരു തകർച്ചയിലൂടെ എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചിരുന്ന ഒരു പ്രോബ്ലം തന്നെയായിരുന്നു ഈ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് വാസ് കോസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു വേൾഡ് വാർ ഫസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കൂടുതൽ സാധനങ്ങൾ പർച്ചേസിൽ റിസോഴ്സസ് എക്സസ് ആയിട്ട് യൂസ് ചെയ്യലും അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അതുപോലെ തന്നെ ഓവർ പ്രൊഡക്ഷൻ, കീ ഇൻഡസ്ട്രീസിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അതേപോലെ തന്നെ മാർജിൻ ഫോർ പർച്ചേസിങ് സ്റ്റോക്സ് അല്ലേ, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മാർജിൻ ഫോർ പർച്ചേസിങ് സ്റ്റോക്സ് എന്ന് വെച്ചാൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന മാർജിൻ വെച്ചിട്ട്, അതായത് കടം വാങ്ങിയിട്ട് പിന്നെ അത് അങ്ങനെ ആ രീതിയിൽ വരെയും നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത സമയം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഗ്ലോബൽ ബയേഴ്സ് അറൗണ്ട് ദ വേൾഡ് ഡ്യൂ ടു ദ വാർ അല്ലേ, ഈ വേൾഡ് വാർ കാരണം, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് വേൾഡ് ബയേഴ്സ് ഇല്ല. ഓക്കെ, അപ്പം ലാക്ക് ഓഫ് ഗ്ലോബൽ ബയേഴ്സ് അറൗണ്ട് ദ വേൾഡ് ഡ്യൂ ടു ദ വാർ അല്ലേ, പ്രത്യേകിച്ച് സ്റ്റോക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം സ്റ്റോക്കിൻ്റെ മൂല്യം ഇടിഞ്ഞു. അങ്ങനെ അത് എല്ലാവരും വിൽക്കാൻ തുടങ്ങി. എത്രയോ ദശലക്ഷം സ്റ്റോക്കുകളാണ് ഒരു ദിവസം കൊണ്ട് വിറ്റ് തീർത്തത്. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാറ്റിലും തന്നെ ഇടിവ് വന്നു തുടങ്ങി. ഓക്കെ, അപ്പം 1933 അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 25% ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ മോർ ദാൻ 5,000 ബാങ്ക്സ് കൊളാപ്സ് ആയി. ഓക്കെ, അവരുടെ ബിസിനസ്സിൽ നിന്നും അവർ പിന്മാറി ബാങ്കുകൾ, അത്രയും ഈ ബാധ്യത കൊണ്ട്. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് 25% എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ ആണത് അല്ലേ. അതേപോലെ തന്നെ മോർ ദാൻ 5,000 ബാങ്ക്സ് ഹാഡ് ഗോൺ ഔട്ട് ഓഫ് ബിസിനസ്, അവരുടെ ബിസിനസ് ബാങ്ക് കൊളാപ്സ് ആയി അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ കാരണമാണ് മെയിനായിട്ട്. അപ്പോൾ ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് നമ്മൾ 1929 പറഞ്ഞു. ബ്ലാക്ക് തേഴ്സ്ഡേ, October 24 നമ്മൾ ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് പറയുന്നത്. ആ ദിവസമാണ് ഏകദേശം 13 മില്യൺ ഷെയർസ് ആണ്, അറൗണ്ട് 13 മില്യൺ ഷെയർസ് ആണ് കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ 12.9 മില്യൺ ഷെയർസ് ട്രേഡ് ചെയ്യപ്പെട്ടു അല്ലേ ആ ദിവസം കൊണ്ട്. അപ്പം ആ ഒരു ക്രാഷായി. അപ്പോൾ അതിനാണ് നമ്മൾ ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന ആ ഒരു തേഴ്സ്ഡേ എന്ന് പറയുന്നത് October 24. അതുപോലെ തന്നെ ഓവർ പ്രൊഡക്ഷൻ, കീ ഇൻഡസ്ട്രീസിൽ ഓവർ പ്രൊഡക്ഷൻ, പിന്നെ മാർജിൻ ഫോർ പർച്ചേസിങ് സ്റ്റോക്സ് അല്ലേ, മണി ബോറോ ചെയ്തിട്ട് വരെയും സ്റ്റോക്ക് വാങ്ങിക്കുകയും പിന്നെ അത് ഈട് വയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ലാക്ക് ഓഫ് ഗ്ലോബൽ ബയേഴ്സ് ഡ്യൂ ടു ദ വാർ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ക്രാഷ്. ഗ്ലോബൽ ബയേഴ്സിലെ ഈ വാർ കാരണം, ഫസ്റ്റ് വേൾഡ് വാർ കാരണം, ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഒരുപാട് വെപ്പൺസും കാര്യങ്ങളും നല്ലോണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ ഇൻകം മണി ഒരുപാട് സ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിസോഴ്സസ് ഒത്തിരി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് വേൾഡ് വാറിന്. അതെല്ലാം ഒരു റീസൺ തന്നെയാണ് കേട്ടോ. അത് കൂടാതെ നമുക്ക് പറയാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, ഓവർ പ്രൊഡക്ഷൻ, മാർജിൻ ബൈയിങ്, ലാക്ക് ഓഫ് ഗ്ലോബൽ ബയേഴ്സ്, ഇതെല്ലാം ആണ്. അതുകൂടാതെ ഒരു റീസണും കൂടി ഉണ്ട് നമുക്ക് പറയാനുള്ളത്, സ്മൂത്ത് ഹാർവ്ലി ടാരിഫ് ആക്ട്. അങ്ങനെ ഒരു ടാരിഫ് ആക്ടിലൂടെ ടാരിഫ് കൂട്ടി. അപ്പം എസ്പെഷ്യലി USA അപ്പോൾ ടാരിഫ് കൂട്ടണ സമയത്ത് മറ്റുള്ള കൺട്രീസുമായിട്ടുള്ള ആ ട്രേഡ് റിലേഷൻഷിപ്സിനും കോട്ടം തട്ടി. ഓക്കെ, അങ്ങനെയും സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ വലിച്ചഴിക്കപ്പെടുകയായിരുന്നു. ഓക്കെ, അപ്പം സ്മൂത്ത് ഹാർവ്ലി ടാരിഫ് ആക്ട് എന്ന് പറയുന്നത് വീണ്ടും ഒന്നും കൂടെ ഗ്രേറ്റ് ഡിപ്രഷനെ വേഴ്സൺ ചെയ്തു. വീണ്ടും മറ്റു കൺട്രീസുമായിട്ടുള്ള ആ ട്രേഡ് റിലേഷൻസ് ഇല്ലാതെയായി, എസ്പെഷ്യലി USA കേട്ടോ. പിന്നെ ദ 1920s saw a period of economic prosperity. ആക്ച്വലി 1920 എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്തത്. അങ്ങനെ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. പിന്നെ അത് കഴിഞ്ഞ ശേഷം സ്റ്റോക്കിൻ്റെ മൂല്യം കുറയുകയും അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്നാണ് ക്രാഷ് ആയത്, മനസ്സിലായില്ലേ. ദെൻ അപ്പോൾ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടായിട്ടുണ്ട് അവിടെ, ഒരു ബൂം പീരീഡ് ഉണ്ടായിട്ടുണ്ട് വേൾഡ് വാറിന് ശേഷം. ആ ഒരു പീരീഡ് അതിൽ എക്സസ് ആയിട്ട് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം മണി ബോറോ ചെയ്തിട്ട് വരെയും, അപ്പോൾ അങ്ങനെ ഒരുപാട് ചെയ്തു. പിന്നെ
സ്റ്റോക്ക് പ്രൈസസ് കണ്ടിന്യൂ ചെയ്തു, മൂല്യം പിന്നെ റൈസ് ചെയ്തു, പിന്നെ മൂല്യം ഇടിഞ്ഞു, അതെല്ലാം വിൽക്കുകയും പെട്ടെന്നൊരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ബബിൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരികയായിരുന്നു അല്ലേ. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ലൂസിങ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഇറ്റ്സ് വാല്യൂ, ഷോർട്ട് പീരീഡിൽ അതിൻ്റെ വാല്യൂ പെട്ടെന്ന് ഇടിയുകയാണ് ഉണ്ടായത് അല്ലേ. നമുക്ക് വാല്യൂ ഇടിയുന്നത് ഒരു ലോങ് പീരീഡിലാണ്, ഒരു സ്ലോ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ബാധിക്കില്ല, പെട്ടെന്ന് അങ്ങ് ഇടിയായിരുന്നു ആ ഒരു ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് പറയുന്നത്, നമ്മൾ ആ October 24 അല്ലേ. അങ്ങനെയാണ് അങ്ങനെ അത് മൊത്തം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ബാങ്കിങ് ഇടപാടുകളും അല്ലേ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ആസ്പെക്ട്സിന് എല്ലാറ്റിനും കോട്ടം വരുത്തിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയാണ് ടോട്ടലി എക്കോണമി, അൺഎംപ്ലോയ്മെൻറ്റ്, അതേപോലെ തന്നെ ഡിഫ്ലേഷൻ, പിന്നെ പ്രൊഡക്ഷൻ ഇല്ല, ഡിമാൻഡ് ഇല്ല, ഇൻകം ജനറേഷൻ ഇല്ല, അങ്ങനെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് രാജ്യങ്ങളെല്ലാം കടന്നു ചെല്ലുകയായിരുന്നു. മനസ്സിലായില്ലേ? So the stock market crash triggered a chain reaction leading to bank failures, widespread unemployment, a sharp decline in economic activity, marking the beginning of Great Depression. അങ്ങനെ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ ക്രാഷിനെ അതിനെ പിന്തുടർന്നുകൊണ്ട് ബാങ്ക് ഫെയിലിയേഴ്സ് വന്നു, ബാങ്ക്സ് ഒക്കെ കൊളാപ്സ് ആയി, പിന്നെ വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഇല്ല, ഒന്നും ഇല്ലാതെ ആയിപ്പോയി. ഓക്കെ, പ്രൊഡക്ഷൻ ഒന്നുമില്ല, ഡിമാൻഡ് ഇല്ല, അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും അതിനൊക്കെ ഡിക്ലൈൻ ആയി. അങ്ങനെ ഗ്രേറ്റ് ഡിപ്രഷനിലേക്ക് പോവുകയായിരുന്നു അല്ലേ. പിന്നെ വേൾഡ് വാർ എന്ന് പറയുന്നത് അതും ഈ ഗ്രേറ്റ് ഡിപ്രഷൻ തമ്മിലുള്ള റിലേഷൻ ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് പറയാം. ദ വാർ ക്രിയേറ്റഡ് ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഡെത്ത് അല്ലേ. വാർ കാരണം ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി അല്ലേ, സാമ്പത്തിക അസ്ഥിരത ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ കടബാധ്യത ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ജർമ്മനി, നമുക്കറിയാം അതല്ല അല്ലേ. അപ്പം അത് ശരിക്കും ഒരു ഗ്രൗണ്ട് വർക്ക്, ഒരു അടിത്തറ, എന്തിന് ഈ ഡിപ്രഷൻ ഒരു അടിത്തറ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ അതാണ്. പേഴ്സണലി ഞാനും പറയുന്നത് സ്റ്റാർട്ടിങ് വേൾഡ് വാർ ഫസ്റ്റ് തന്നെയാണ്, അതിനെ തുടർന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, അതേപോലെ തന്നെ പിന്നെ ബാങ്ക് ഫെയിലിയർ, അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസ് സ്റ്റാഗ്നൻ്റ് ആവുക, അങ്ങനെ ഗ്രേറ്റ് ഡിപ്രഷനിലേക്ക് പോവുക. ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കി വെക്കാൻ കേട്ടോ. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് സാമ്പത്തിക മാന്ദ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് 1930s എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഈ ക്ലാസ് തന്നെ 2-3 ടൈം കേട്ടിട്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം വേൾഡ് വാർ ഫസ്റ്റ്, അപ്പം എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റിയും ഡെത്ത്, അതേപോലെ തന്നെ ജർമ്മനിയിൽ എസ്പെഷ്യലി, പിന്നെ അങ്ങനെ ഡിപ്രഷന് പ്രധാന കാരണമായി. പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. വേഴ്സാലി ട്രീറ്റി ഉണ്ടല്ലോ, അപ്പം വേഴ്സാലി ട്രീറ്റി നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വേഴ്സാലി ഉടമ്പടി. അപ്പോൾ അത് കാരണം ബിസിനസ് ആക്ടിവിറ്റീസിൽ പ്രോബ്ലം വന്നു. അതായത് വേഴ്സാലി ഉടമ്പടി അതിൻ്റെ ഫലമായിട്ടൊരു സ്മൂത്ത് ഹാർലി ടാരിഫ് ആക്ട് കൊണ്ടുവന്നു. അതുകൊണ്ടിവിടെ ടാരിഫ് ഈടാക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മറ്റു കൺട്രീസുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസിന് കോട്ടം വന്നു. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതും സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി. പിന്നെ ഫൈനാൻഷ്യൽ ക്രൈസിസ് നമുക്കറിയാം, ബാങ്ക് ഫെയിലിയേഴ്സും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷും ഈ വേൾഡ് വാറിൻ്റെ കാരണം ഉണ്ടായിട്ടുള്ള ഡെത്തും ഇതെല്ലാം ഇതിന് കാരണമായി. 1929 അല്ലെങ്കിൽ 1930s ഉണ്ടായിട്ടുള്ള ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി. ഓക്കെ, അപ്പം ഈ പ്രത്യേകിച്ച് വാർ കാരണം എക്കണോമിക് ഡെവാസ്റ്റേഷൻ ഉണ്ടായി വിത്ത് കൺട്രീസ് ഓൺ ബോത്ത് സൈഡ്സ് അല്ലേ. മാസീവ് ഡെത്ത്, എല്ലാ കൺട്രീസിനും എന്താ പറയുക, മാസീവ് ഡെത്ത് ഉണ്ടായി. റിസോഴ്സ് ഡിപ്ലീഷൻ നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു, എക്സസ് ആയിട്ട് റിസോഴ്സ് യൂസ് ചെയ്തു. അങ്ങനെയുള്ള ട്രേഡ് നെറ്റ്വർക്ക്സ് ഒക്കെ ഡിസ്ട്രപ്റ്റഡ് ആയി, വെച്ചാൽ അതൊക്കെ സ്പോയിലായി അല്ലേ. നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് നെറ്റ്വർക്ക്സും എല്ലാം സ്പോയിലായി. അപ്പം പിന്നെ വേഴ്സാലി ട്രീറ്റി നമ്മൾ പറഞ്ഞ ആ ഒരു എന്താ പറയുക ടാരിഫ്, ഇത് കാരണം ട്രേഡൊക്കെ വേഴ്സായി. അങ്ങനെ ഇതെല്ലാം കൂടെ എന്തിന് കാരണമായ ഗ്രേറ്റ് ഡിപ്രഷൻ. അപ്പം വേൾഡ് വാർ ഫസ്റ്റ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ പ്രോബ്ലംസ്, ഇൻസ്റ്റെബിലിറ്റി, ഡെത്ത്, റിസോഴ്സസിൻ്റെ ഡിപ്ലീഷൻ, അത് കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുന്നു. എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് 1920s എല്ലാവരും വാങ്ങിക്കുന്നു, കൂടുതൽ സ്റ്റോക്ക് വാങ്ങിക്കുന്നു. പെട്ടെന്ന് അതിൻ്റെ മൂല്യം ഇടിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ എത്രയോ 13 ഏകദേശം അത്രയും ബില്യൺ എന്താ പറയുക സ്റ്റോക്സ് ഒരു ദിവസം കൊണ്ട് നമ്മൾ വിൽക്കുകയാണ് അല്ലേ. 13 മില്യൺ ഷെയർസ് അല്ലേ, അങ്ങനെ വിൽക്കുകയാണ്. അപ്പോൾ അത് ക്രാഷ് ആയില്ലേ. അപ്പോൾ അതിനെ തുടർന്ന് ബാങ്കിങ് ആക്ടിവിറ്റീസും ഫെയിലിയർ, ഒരുപാട് ബാങ്ക്സ്, മോർ ദാൻ 5000 ബാങ്ക്സ് കൊളാപ്സ് ആയി.
അതായതോടുകൂടി എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാഗ്നൻ്റ് ആയി, ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നില്ല, പ്രൊഡക്ഷൻ ഇല്ല, എംപ്ലോയ്മെൻ്റ് ഇല്ല, ഡിമാൻഡ് ഇല്ല, പ്രൈസ് ഇല്ല, അങ്ങനെ കണക്റ്റഡ് ആയിട്ട് അല്ലേ. ഡിമാൻഡ് ഇല്ല, അതുകൊണ്ട് പ്രൊഡക്ഷൻ ഇല്ല, ഡിമാൻഡ് ഇല്ല, അതുകൊണ്ട് പ്രൈസ് ഇല്ല, അതുകൊണ്ട് പ്രൊഡക്ഷൻ ഇല്ല, പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം വന്നു, അൺഎംപ്ലോയ്മെൻറ്റ് ആയതുകൊണ്ട് പോവേർട്ടി ആയി, ഇൻകം ജനറേഷൻ ഇല്ല. അങ്ങനെ ടോട്ടലി സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് രാജ്യങ്ങളെല്ലാം എന്താ പറയുക കടന്നു ചെല്ലുകയാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? ഇതാണ്. അപ്പം ഇതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് റീസൺസ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2-3 ടൈംസ് ഈ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തേണ്ടത് അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, ഡിഫ്ലേഷൻ ആണ്. പ്രൊഡക്ഷൻ ഇല്ല അല്ലേ, ലാക്ക് ഓഫ് പ്രൊഡക്ഷൻ, ഇൻകം ജനറേഷൻ ഇല്ല, ഡിമാൻഡ് ഇല്ല, പ്രൈസ് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ആണ് നമ്മൾ വേൾഡ് വാർ ഫസ്റ്റും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫെയിലിയേഴ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. സോ മേക്ക് ഇറ്റ് ക്ലിയർ, റിപ്പീറ്റ് ദ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതേപോലെ വീണ്ടും വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്, ടേക്ക് കെയർ, ബൈ.